Meet the editors. ആത്മഹത്യാ പ്രേരണ കേസിൽ കോൺഗ്രസ് നേതാക്കളുടെ അറസ്റ്റ് തടഞ്ഞ് കോടതി. IC ബാലകൃഷ്ണൻ MLAയുടെയും ND അപ്പച്ചന്റെയും അറസ്റ്റാണ് വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി തടഞ്ഞത്. പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ 15-ന് പരിഗണിക്കും. അതേസമയം നിയമന തട്ടിപ്പിൽ IC ബാലകൃഷ്ണന്റെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. ബത്തേരി അർബൻ ബാങ്ക് പ്രസിഡന്റിന് നൽകിയ ശുപാർശ കത്ത് റിപ്പോർട്ടറിന് ലഭിച്ചു. NM വിജയന്റെ ആത്മഹത്യാ കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് താൽക്കാലിക ആശ്വാസം. ജനുവരി 15-ാം തീയതി വരെ അറസ്റ്റ് പാടില്ലെന്ന് പോലീസിന് കോടതിയുടെ നിർദ്ദേശം. കേസിൽ IC ബാലകൃഷ്ണൻ MLA ഒന്നാം പ്രതി, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ പ്രസിഡന്റ് KL പൗലോസ്, KK ഗോപിനാഥൻ എന്നിവരും പ്രതിപട്ടികയിൽ. നേതാക്കളെ പ്രതി ചേർത്തത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്. ബത്തേരി അർബൻ ബാങ്ക് നിയമന വിവാദത്തിൽ IC ബാലകൃഷ്ണൻ വീണ്ടും കുരുക്കിൽ. ബാങ്ക് നിയമനത്തിൽ MLA ഇടപെട്ടു. സ്വന്തം ലെറ്റർ പാഡിൽ നൽകിയ ശുപാർശ കത്ത് റിപ്പോർട്ടറിന്. ശുപാർശ കോൺഗ്രസ് പ്രവർത്തകന്റെ മകളുടെ നിയമനത്തിനായി. നിയമനം NM വിജയന്റെ മകൻ ജിജേഷിനെ പിരിച്ചുവിട്ട ഒഴിവിലേക്ക്. NM വിജയനെ പാർട്ടി നേതൃത്വം മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു. കത്തുകൾ തെളിവല്ലേ എന്നാണ് ചോദ്യം. സ്മൃതി, ഈ കത്തിപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസ് തുടങ്ങിയ മുതൽ റിപ്പോർട്ടർ TV എന്ന വാർത്ത പുറത്തുവിട്ടത് മുതൽ വിവിധ കത്തുകൾ പുറത്തു വരുന്നുണ്ട്, ഉടമ്പടികൾ പുറത്തു വരുന്നുണ്ട്, സാക്ഷിമൊഴികൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ 15-ാം തീയതി വരെ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഇന്നിപ്പോൾ കോടതിയുടെ ഉത്തരവും വന്നിട്ടുണ്ട്. അത് മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് വരെയാണ്. താൽക്കാലികമായിട്ടുള്ള സ്റ്റേ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഓരോ ദിവസവും പുറത്തു വരുന്ന ഈ കത്തുകൾ വീണ്ടും ഇവരെ പ്രതിസ്ഥാനത്തേക്ക് നിർത്തുകയല്ലേ? ഇന്നത്തെ കത്ത് എന്ന് പറയുന്നത് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള കത്താണ്. നമുക്ക് ഈ സഹകരണ ബാങ്കുകളിലൊക്കെ സ്ഥിരമായി നടക്കുന്നത്, അതിൽ ആരാണോ ഭരിക്കുന്നത്, ഇത് പാർട്ടിയുടെ കീഴിലാണോ ആ ഭരണസമിതി, അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലെ സഖാക്കളുടെ മക്കൾക്കാണെങ്കിൽ CPM കൊടുക്കും, കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ അല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മക്കൾക്ക് കൊടുക്കും. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കത്തും അതുപോലെ ഒരു കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരാണ്, അവിടുത്തെ ഒരു പ്രാദേശിക നേതാവുമാണ്. അദ്ദേഹത്തിൻ്റെ മകൾക്ക് സ്വീപ്പ് തസ്തികയിലേക്ക് ജോലി എന്നുള്ള ശുപാർശയാണ്. ഈ കത്തിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. IC ബാലകൃഷ്ണൻ സ്വാഭാവികമായി നൽകിയിട്ടുണ്ടാവും. പക്ഷേ NM വിജയൻ്റെ കത്താണ് ഏറ്റവും പ്രധാനമെന്നുള്ളതാണ്. ആ കത്തിൽ പറയുന്ന പേരുകൾ ഇപ്പോൾ NM വിജയൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട് കോൺഗ്രസ്. അതിനു മുമ്പ് എന്താണ് സംഭവിച്ചത്? മരണത്തിന് ശേഷം പാർട്ടി എങ്ങനെയാണ്, തൊട്ട് പിന്നാലെ എങ്ങനെയാണ് പ്രതികരിച്ചത്? 50 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു നേതാവ്, പാർട്ടിക്ക് ഒരു കളങ്കവും വരാതിരിക്കാൻ, പാർട്ടിയിലെ നേതാക്കളുടെ ഒരു പേരും പുറത്തു വരാതെ ഇത് പരിഹരിക്കാൻ ശ്രമിച്ച ഒരു നേതാവാണ് NM വിജയൻ. ആ മരണ സമയത്ത് എഴുതിയിരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പിൽ പോലും പറയുന്നത് 10 ദിവസം കഴിഞ്ഞിട്ടേ ഈ കത്ത് പുറത്തുവിടാവൂ. കാരണം 10 ദിവസം കാക്കണം, എന്നിട്ട് നേതാക്കൾക്കൊരു കുഴപ്പം വരരുത് എന്നൊരു ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ മരണസമയത്തും ആ കരുതലാണുള്ളത്. ആ കരുതൽ തിരിച്ച് പാർട്ടി കാണിച്ചു എന്നുള്ളതാണ്. അത് സംഭവിച്ചിട്ടില്ല. ഇനി ഈ കോഴ വാങ്ങൽ ഒക്കെ നടന്നിട്ടുണ്ട്. കോഴ വാങ്ങുക എന്ന രൂപത്തിലല്ല, യഥാർത്ഥത്തിൽ 20 പേർക്ക് നിയമനം കൊടുക്കുന്ന, ആ നിയമനത്തിനായി പാർട്ടി ഭരിക്കുന്ന 3 ബാങ്കുകളിൽ അങ്ങനെ നിയമനം കൊടുത്തേക്കാം. അങ്ങനെ നിയമനം കൊടുക്കുമ്പോൾ ഇവരിൽ നിന്ന് പൈസ വാങ്ങാം. ആ പൈസ കൊണ്ട് അത്യാവശ്യം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള ആവശ്യമുള്ള ഫണ്ട് സ്വരൂപിക്കുക, അതിനുശേഷം നിയമനം കൊടുക്കുന്നുണ്ടല്ലോ എന്നായിരുന്നു അവർ ഉദ്ദേശിച്ചത്. പക്ഷേ ആ നിയമനം നടന്നില്ലല്ലോ. അതാണ്, നിയമനം നടന്നില്ല എന്ന് പറയുമ്പോൾ ആ ഭരണസമിതി തന്നെ നഷ്ടപ്പെടുന്നു. BJP അത് പിടിച്ചെടുക്കുന്നു. അത് BJPയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി അതിൽ ഒരു ഡയറക്ടറെ 10 ലക്ഷം കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുന്നു. അദ്ദേഹം അഴിമതി ആരോപണം പറഞ്ഞ് ബാങ്കിൽ നിന്ന് രാജിവെക്കുന്നു. അങ്ങനെ ആ ഭരണസമിതി വീഴുന്നു. പക്ഷേ വീണ്ടും കോടതിയിലെത്തുമ്പോൾ അത് വീണ്ടും BJPക്ക് കിട്ടുകയാണ്. അപ്പോൾ രണ്ട് ബാങ്കുകൾ BJPക്കും ഒന്ന് CPMനും ഭരണം കിട്ടുകയാണ്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ആ നിയമനം എന്നുള്ളത് നടക്കാതെ പോയി. അത് പാർട്ടി വിചാരിച്ചിരുന്നില്ല അത് സംഭവിക്കുമെന്ന്. സാധാരണഗതിയിൽ ഈ CPM പ്രവർത്തകരുടെ മക്കൾക്ക് ജോലി കൊടുക്കും, പക്ഷേ അവരിൽ നിന്ന് കോഴ വാങ്ങില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് പക്ഷേ കോഴ വാങ്ങുകയും ചെയ്തിരിക്കുന്നു. നിയമനം കൊടുക്കാനും പറ്റില്ല. ശരി, നിയമനം അത് പാർട്ടിക്ക് ഫണ്ടില്ലാഞ്ഞിട്ടാണ്, ഫണ്ട് ഉണ്ടാക്കാനാണ് എന്ന് ഒരു ന്യായത്തിൽ സമ്മതിച്ചാൽ പോലും പിന്നെ ആ പണത്തിൽ ജോലി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പണം തിരികെ കൊടുക്കണ്ടേ? അത് തിരികെ കൊടുക്കുന്നില്ല. അത് പങ്കിട്ടെടുക്കുകയാണ്. 5 ലക്ഷം വീതമൊക്കെ പങ്കിട്ടെടുക്കൽ നടന്നിരിക്കുന്നു. രേഖ എവിടെ? ഒരു രേഖയില്ല. ഈ 2 നേതാക്കളെ കൊണ്ട് 2-3 നേതാക്കളെ കൊണ്ട് പണം വാങ്ങിപ്പിക്കുന്നു. അപ്പോൾ ഇത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നാമ്പുറത്തിരിക്കുകയാണ്. അവരുടെ പേരും തെളിവും കടലാസും ഇല്ല. പിന്നെ ഇത് നേരത്തെ വിവാദമായിട്ടുണ്ട്. നേരത്തെ പാർട്ടി തന്നെ പരിശോധിച്ചിട്ടുണ്ട്. പാർട്ടി ഇതുപോലെ തന്നെ KPCC ഒരു സമിതിയെ വിട്ടിട്ടുണ്ട്. ആ സമിതി എന്താണ് ചെയ്തത്? നേരെ പോയി DCCയോട് കാര്യങ്ങൾ തിരിഞ്ഞു. DCCക്ക് ആ സമയത്ത് എതിർപ്പുള്ള 3 പേരുകൾ പറയുന്നു. ആ 3 പേരുള്ള നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുന്നു. അവരെ സസ്പെൻഡ് ചെയ്യുന്നു. അതിൽ പറയുന്ന നേതാക്കൾ ഒന്ന് ബാലചന്ദ്രൻ, ഗോപിനാഥ്, സണ്ണി ജോർജ്.
3 പേർക്ക് സസ്പെൻഡ് ചെയ്യുന്നു. ഇനി ഈ ബാലചന്ദ്രൻ ഇപ്പോൾ CPM വലിയ പ്രതിഷേധം നടത്തുന്നു. ഈ പ്രതിഷേധം നടത്തുന്ന CPM ഈ PV ബാലചന്ദ്രൻ നേരത്തെ കോഴവാങ്ങിയിൽ ഒരാളാണ്. ആദ്യത്തെ റാങ്ക് ലിസ്റ്റ്, അതായത് പാർട്ടി പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുക്കാണ്ട് മൂപ്പര് തന്നെ ഒരു ലിസ്റ്റിൽ 7 പേരെ എടുക്കാമെന്ന് പറയുന്നു. അവരിൽ നിന്നും 10 ലക്ഷം വാങ്ങിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ആരോപണ വിധേയനാണ്. ആരോപണ വിധേയനായപ്പോഴാണ് സസ്പെൻഡ് ചെയ്തത്. ആ സസ്പെൻഡ് ചെയ്ത ആളെയാണ് CPM സാരിപ്പിച്ച് CPM-ലേക്ക് എടുത്തത്. അപ്പോൾ അവിടെ CPM അവിടെ പ്രതിരോധത്തിലാകുന്നുണ്ട്. പിന്നെ BJP-യെ സംബന്ധിച്ചും BJP-യുടെ ഒരു അംഗത്തിന് കോഴ വാങ്ങിയിട്ടാണല്ലോ ഭരണസമിതി തകർത്തത്. അപ്പോൾ 3 പാർട്ടികൾക്കും ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഓരോ തരത്തിൽ അവരുടെ പങ്ക് വ്യക്തമാവുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ പങ്ക് എന്ന് പറയുന്നത് കോൺഗ്രസിന് തന്നെയാണ്. ആ മരണത്തിന് ഉത്തരവാദി എന്നുള്ളത്. കാരണം പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ, അതിൻ്റെ ഭിന്നശേഷിക്കാരനായ മകൻ അവിടെ താൽക്കാലിക ജോലിയായിരുന്നു. ആ താൽക്കാലിക ജോലി പോലും സ്ഥിരപ്പെടുത്താനുള്ള സാമർഥ്യമില്ലാത്തൊരു രാഷ്ട്രീയക്കാരൻ അല്ലേ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ലേ സ്വാഭാവികമായിട്ട് അവിടുത്തെ പ്രാദേശിക നേതാക്കളോട്, ഒന്ന് എൻ്റെ മകൻ്റെ ജോലി സ്ഥിരപ്പെടുത്തും. വലിയ ജോലിയൊന്നുമില്ല, ഇതൊക്കെ താഴെത്തട്ടിലെ ജോലികളാണ്. സ്വീപ്പ തസ്തിക പോലുള്ള തസ്തികകളാണ് മുഴുവൻ എല്ലാവർക്കും. അപ്പോൾ അതൊന്നും സ്ഥിരപ്പെടുത്താൻ ആവശ്യപ്പെട്ട് നൽകിയില്ല എന്ന് മാത്രമല്ല, അവിടേക്ക് നിയമിക്കേണ്ട ആളുടെ പേരാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ മകനെ മാറ്റിയിട്ട് നിയമിക്കേണ്ട പേരാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അപ്പോഴേ NM വിജയനെ ഇവർ പേരിൽ നിന്ന് വെട്ടിയിട്ടുണ്ട്. അതായത് ഇവർക്ക് കൂടെ നിൽക്കുന്ന ഒരാളല്ല. കൂടെ നിൽക്കുന്നത് വെച്ചാൽ അദ്ദേഹം മടുത്തു, അദ്ദേഹം ലോൺ എടുത്ത് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് അദ്ദേഹം ഒരു അഭിമാനി ആയതുകൊണ്ടും താൻ വാങ്ങിയത് മാത്രമാണല്ലോ തെളിവ് എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. പാർട്ടിയോട് പലതവണ അഭ്യർത്ഥിക്കുന്നു. KPCC-ക്ക് ഈ കത്തിൽ മുഴുവൻ വിശദാംശങ്ങൾ മുമ്പ് എഴുതിയിട്ടുണ്ട്. എന്നെ മരണത്തിലേക്ക് തള്ളിവിടരുതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പോലീസ് സെലക്ഷൻ കിട്ടിയതാണ്. പോലീസ് സെലക്ഷൻ കിട്ടിയിട്ട് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. പോലീസ് സെലക്ഷൻ കരുണാകരൻ്റെ കാലത്ത് കിട്ടിയിട്ടും അതിൽ പോകാതെ അദ്ദേഹം നല്ല കേഡറാണ്, ഇവിടെ പ്രവർത്തിക്കട്ടെ എന്ന് പാർട്ടി തീരുമാനിച്ച് അവിടെ പ്രവർത്തിപ്പിച്ച ആളാണ്. അപ്പോൾ വ്യക്തിപരമായും നഷ്ടമുണ്ടായ ആളാണ്. അപ്പോൾ ആ കുടുംബത്തോട് എന്ത് ചെയ്തു? ഇപ്പോൾ ഇതൊക്കെ വലിയ വിവാദമാകുകയും വലിയ പ്രശ്നമാവുകയും ചെയ്ത ഘട്ടത്തിൽ തിരുവഞ്ചൂരിനെ പോലുള്ള ഒരു നേതാവിൻ്റെ അച്ചടക്ക സമിതി ചെയർമാൻ്റെ അധ്യക്ഷതയിൽ ഒരു 3 അംഗ സമിതി അവിടെ ചെല്ലുന്നു. കാര്യങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആ കുടുംബത്തിന് വേണ്ട സഹായം നൽകാമെന്ന് പറഞ്ഞാൽ അവർക്കുള്ള 1.5 കോടി കടം പ്ലസ് കുറച്ചുകൂടി പണം നൽകുമെന്നുള്ള ഒരു ഉറപ്പിലാണ് അവരിപ്പോൾ മിണ്ടാതിരിക്കുന്നത്. ആ കുടുംബം മിണ്ടില്ലായിരിക്കാം. ഇനി ഇപ്പോൾ 30 പേരുടെ മൊഴിയാണ് എടുത്തിരിക്കുന്നത്. കുടുംബം മിണ്ടില്ലായിരിക്കാം. പക്ഷേ ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്ത് നടപടി ഉണ്ടാകുന്ന ചോദ്യം അവിടെ നിൽക്കും. ഇപ്പോൾ സാങ്കേതികമായ തെളിവുകളൊന്നും കിട്ടില്ലായിരിക്കും. ഒരു പക്ഷേ IC ബാലകൃഷ്ണൻ ഇത്ര വാങ്ങി എന്നൊരു രേഖ കടലാസ് എന്ന് കിട്ടില്ലായിരിക്കാം. ഇപ്പോൾ പാർട്ടി അന്വേഷണം റിപ്പോർട്ട് ആർക്കൊക്കെതിരെ പേര് കൊടുക്കുമെന്ന് നമുക്കറിയണമല്ലോ. നേരത്തെ പുറത്താക്കിയവർക്കെതിരെ മാത്രമാണോ? അല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് വരട്ടെ, നമുക്ക് നോക്കാം. ഇതിലാകെ ഒരു വ്യത്യാസം ഞാൻ കാണുന്നത്, ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ആ കുടുംബത്തിനൊപ്പം അവസാനം നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നല്ല കാര്യമാണ്. പക്ഷേ ധാർമ്മികത എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. ധാർമ്മികമായി പാർട്ടി എങ്ങനെ ഇത് കൈകാര്യം ചെയ്തു? വായിൽ തോന്നി പറയുന്ന കുടുംബം എന്ന രൂപത്തിൽ ചില നേതാക്കളുടെ പ്രതികരണം വരുന്നു. കത്തിൽ വ്യക്തതയില്ല എന്ന് പറയുന്നു. വ്യക്തമായ കത്ത് നേരത്തെ മരിക്കുന്നതിന് മുമ്പ് 2 തവണ കൊടുത്തതാണ്. അപ്പോൾ വ്യക്തതയില്ല എന്ന് പറയുന്നത് ഇതൊക്കെ മനുഷ്യത്വമില്ലാത്ത സമീപനമാണ്. IC ബാലകൃഷ്ണൻ എന്നൊരു ഒറ്റ നേതാവല്ല, അവിടെ ഒരുപാട് നേതാക്കളുണ്ട്. അവിടുത്തെ പ്രാദേശികമായി പണം വാങ്ങിയ കോഴ വാങ്ങിയ നേതാക്കളൊക്കെ, കറപുരണ്ട നേതാക്കളുടെ പേരുകളൊക്കെ പുറത്തു കൊണ്ടുവരുമോ തിരുവഞ്ചൂർ സമിതി എന്നുള്ളതാണ് അറിയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആൻഡ്രു. ഓരോ ദിവസവും വരുന്ന കത്തുകൾ ഒരർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നതാണ്. തുടക്കത്തിൽ നമ്മൾ തന്നെ പുറത്തുവിട്ട കത്ത്, അത് 2021 KPCC പ്രസിഡന്റ് എഴുതിയ കത്താണ് ആദ്യം നമ്മൾ പുറത്തുവിടുന്നത്. പക്ഷേ അന്ന് ആ കത്ത് പുറത്തു വരുമ്പോൾ ആ കത്ത് വ്യാജമാണ് എന്നാണ് പറയുന്നത്. ആ കത്തിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതികരണം. പക്ഷേ പിന്നീട് ഇതേ KPCC പ്രസിഡന്റ് തന്നെ പറയുന്നുണ്ട്, ഈ വിഷയം ഞങ്ങൾ സജീവമായി ചർച്ച ചെയ്തിരുന്നതാണ്, എല്ലാവരും തൂങ്ങുമെന്ന് പറഞ്ഞിരുന്നതാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന് നന്നായിട്ട് അറിയാമായിരുന്നു. ലീഗൽ സെൽ ഈ വിഷയം കൈകാര്യം ചെയ്തിരുന്നതാണ്. ഇത് പുറത്തു വരാതെ മൂടി വെച്ചു. NM വിജയൻ്റെ മരണത്തിന് മുമ്പ് ഇതേപോലെ അച്ചടക്ക സമിതി പോയി കണ്ടിരുന്നുവെങ്കിൽ ആ മരണം പോലും ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. പുറത്തു വരുന്ന കത്ത് എല്ലാം ഇപ്പോൾ പാർട്ടിക്ക് ഈ നേതാക്കൾക്കെതിരല്ലേ കത്തുകൾ തെളിവല്ലേ? അരുൺ, ഈ കത്തിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ആദ്യം NM വിജയൻ കൊടുക്കുന്നത് പാർട്ടി നേതാക്കൾക്കാണല്ലോ കത്ത്. അവർ വന്ന് അന്വേഷണം നടത്തി. KPCC എന്താണ് സമിതി വന്ന് അന്വേഷണം നടത്തി 3 പേരെ സസ്പെൻഡ് ചെയ്തു പാർട്ടിയിൽ നിന്നും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന കോഴ ആരോപണങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന KPCC-ക്കും ഈ പറയുന്ന സംസ്ഥാന നേതാക്കന്മാർക്കെല്ലാം ഇതിനെക്കുറിച്ചുള്ള കറക്റ്റായിട്ട് ധാരണയുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവരെ 3 പേരെ സസ്പെൻഡ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു സമിതിനെ വെച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അന്വേഷിച്ചു, സസ്പെൻഡ് ചെയ്തു. എന്താണ് ഇന്ന് വന്ന കത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്? IC ബാലകൃഷ്ണൻ MLA ഒരാളുടെ പേര് നിർദ്ദേശിക്കുന്നു. ആ പേരിൽ എന്ത് പറയുന്നു? അനില CB അല്ലേ, CB എന്ന് പറഞ്ഞ ഒരാളെ സ്ലീപ്പർ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാൻ പറഞ്ഞു ലെറ്റർ കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ബാങ്കിലൊരു ഭരണസമിതിയുണ്ട്.
ആ ഭരണസമിതിയാണ് ശരിക്കും പറഞ്ഞാൽ യോഗം കൂടി തീരുമാനിച്ച് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് അല്ലേ? അല്ലാതെ DCC പ്രസിഡന്റ് അല്ലല്ലോ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ബാങ്കുകൾക്ക് ഭരണസമിതി എന്ന് പറയുന്നത്? ആ ഭരണസമിതി അവരുടെ ഭരണം നടത്താൻ വേണ്ടിയിട്ടാണ്, ബാങ്കിൻ്റെ ഭരണം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ DCC പ്രസിഡന്റ് ഒരാളെ നേരിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ അഴിമതി വരുന്നത്? ഇങ്ങനെ നടത്തുന്ന അപ്പോയിൻമെൻറ്റുകളെല്ലാം എങ്ങനെയാണ് DCC പ്രസിഡന്റ് നേരിട്ട് നടത്തുന്ന അപ്പോയിൻമെൻറ്റുകൾ? അതുകൊണ്ടാണ് NN വിജയൻ വാങ്ങിയ പണം DCCയിലേക്കും MLA-മാർക്കും എത്തി എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ ഇനി അനില CB എന്ന് പറഞ്ഞ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അനില CBക്ക് വേണ്ടിയിട്ട് പണം വാങ്ങിയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരാളെ അപ്പോയിൻ്റ് ചെയ്യാണ്. അതാണ് ഈ NM വിജയൻ എന്ന് പറഞ്ഞിട്ട് KPCC DCC സെക്രട്ടറിയുടെ ട്രഷറുടെ മകൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം. ആ മകൻ ജോലി ചെയ്യുന്ന, അത് ഭിന്നശേഷിക്കാരനായ മരിച്ചുപോയ മകൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഈ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ മകനെ മാറ്റിയിട്ട് വേറൊരു കോൺഗ്രസ് നേതാവിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യാണ്. മകൻ്റെ മകളെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? അത് അപ്പോയിൻറ്റ് ചെയ്യാൻ എങ്ങനെയാണ് DCC സംവിധാനത്തിന് പറ്റുക? അങ്ങനെ DCC സംവിധാനത്തിന് പറ്റില്ലല്ലോ. അവിടെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത് ബാങ്കിൻ്റെ ഭരണസമിതിയാണ്. അപ്പം ആദ്യം ഇന്നത്തെ കത്ത് എന്ന് പറയുന്നതിന് വലിയ തെളിവാണ് ഈ സംവിധാനത്തിലേക്ക്. അതിനേക്കാളും വലിയ ഈ NM വിജയൻ്റെ കാര്യത്തിനകത്ത് പണം വാങ്ങിയോ ഇല്ലയോ എന്നുള്ള തെളിവിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയുന്നു. അതല്ല തെളിവ്. NM വിജയൻ തന്നെ ഡീറ്റെയിൽഡ് ആക്കി എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ ആരോട് എന്തിനു വാങ്ങി, ഏത് രീതിയിൽ വാങ്ങി, എന്തിനു വാങ്ങി, ആര് ഉപയോഗപ്പെടുത്തി, ആരെന്നെ പ്രശ്നത്തിൽ കൊണ്ടെടുത്ത്, എങ്ങനെ എനിക്ക് ലോൺ പ്രശ്നങ്ങളുണ്ടായി, എങ്ങനെ എൻ്റെ വീട് നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ വിശുദ്ധമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. അത് മാത്രമാണോ? NM വിജയൻ എഴുതിയ മുൻപ് കൊടുത്ത 2 കത്തുണ്ട്. KPCCക്ക് KPCCക്ക് കൊടുത്ത 2 കത്തുണ്ട്. അവർ നടത്തുന്ന അന്വേഷണ റിപ്പോർട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വരാൻ കിടക്കുകയല്ലേ? ഇതെല്ലാം പുറത്തു വരാൻ കിടക്കുകയാണ്. അത് മാത്രമാണോ? ബത്തേരി, പൂതാടി, മടക്കിമല, അതുപോലെ തന്നെ പുൽപ്പള്ളി, ഈ പറയുന്ന ബാങ്കുകളിൽ മുഴുവൻ കോഴ അനുമതിയാണ്. 1-2 സ്ഥലത്തല്ല, എത്ര മണ്ഡലം കമ്മിറ്റിയാണെന്ന് പറയുന്നത്. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം തന്നെ എത്ര പരാതികളാണ് മണ്ഡലം കമ്മിറ്റീൻ്റെ നേതൃത്വത്തിൽ പണം വാങ്ങി DCC കൊടുത്തിട്ടുള്ളത്? എത്ര വരാൻ കിടക്കുന്നു? എത്ര വന്നിട്ടുണ്ട്? 1, 2, 3 അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എവിടെ എത്തുന്നത്? ഇതെല്ലാം DCC പ്രസിഡന്റ് അടുത്തേക്കും DCC പ്രസിഡന്റ് മുൻപ് കൈകാര്യം ചെയ്ത IC ബാലകൃഷ്ണൻ എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിയായി വരുന്നത്? IC ബാലകൃഷ്ണൻ MLA എന്നുള്ള നിലയ്ക്ക് പണം വാങ്ങിയതല്ല, DCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് വാങ്ങിയതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? DCC പ്രസിഡന്റാണ്, DCC പ്രസിഡന്റുമാരാണ്, മുൻ DCC പ്രസിഡന്റുമാരാണ് പ്രതിയാത്ര 3 പേരെ. അപ്പോൾ DCC പ്രസിഡന്റുമാരാണ് ഈ അപ്പോയിൻമെൻറ്റ് നടത്തിയെന്നുള്ള തെളിവല്ലേ? അത് തന്നെ വലിയ അഴിമതിയല്ലേ? എങ്ങനെയാണ് ഭരണസമിതി ഉള്ള ഒരു ബാങ്കിൽ DCC പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുക? ഈ ലെറ്റർ മാത്രം പോരെ, ഇങ്ങനെ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യാൻ വന്നത് അത് തന്നെ ഏറ്റവും വലിയ അഴിമതിയല്ലേ? വിജിലൻസ് അന്വേഷണത്തിൻ്റെ ഏറ്റവും വലിയ രേഖയായില്ലേ അത് മാത്രം? അപ്പം ഒരു പരിധി വരെ എന്താണ് വയനാട്ടിൽ നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റുകളെല്ലാം DCC നേതൃത്വത്തിൻ്റെ അതിന് ഒരു പ്രത്യേക കാരണം ഉണ്ടായിട്ടുണ്ട്. എന്താ അറിയോ? അവിടുത്തെ മണ്ഡലം കമ്മിറ്റികളെല്ലാം അത്ര പ്രാപ്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവിടെ വളരെ ചെറിയ ജില്ലയാണ്, 3 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമുള്ള ജില്ലയാണ്. അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം അവിടുത്തെ DCC നേതൃത്വം തന്നെയാണ്. കാരണം അവിടുത്തെ മെയിൻ നേതാക്കന്മാരെല്ലാം DCCയിലുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ തീരുമാനം എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാ പണങ്ങളുടെയും സ്രോതസ്സ് ഈ പറഞ്ഞ NM വിജയനിലേക്ക് എത്തും. അപ്പം അവരൊരു 5-6 ആൾക്കാർ തീരുമാനിച്ചാൽ മതി, ട്രഷറോട് പൈസ മേടിച്ചോളാൻ പറയുക. അപ്പോൾ നോക്കൂ, പാർട്ടി ഫണ്ടാണ്. അത് ഇവരാണ് വീതം വെച്ചെടുക്കുന്നത്. ഇതുവരെയും കണക്കില്ലല്ലോ. ഇതെങ്ങനെ ഇത് എവിടെയെങ്കിലും കണക്കി വെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ട്രഷറൊക്കെ എവിടെയെങ്കിലും കണക്കി വെക്കാൻ പറ്റുമോ? 10, 25, 35 ലക്ഷം വാങ്ങിയിട്ട് അത് വീതം വെച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ശൈലിയിലേക്ക് അതെങ്ങനെയാണ്? ഇപ്പം ഉദാഹരണം പറയട്ടെ, ഇപ്പം മടക്കിമല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, അതൊരു മണ്ഡലം കമ്മിറ്റീൻ്റെ കീഴിലാണ്. ആ മണ്ഡലം കമ്മിറ്റി അവിടെ ഒരു 5-6 ഒഴിവുണ്ട്. ആ മണ്ഡലം കമ്മിറ്റി ആ പണം വാങ്ങുന്നു, ഇത് പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കുന്നു. പാർട്ടി ഫണ്ട് DCC പ്രസിഡന്റ് നേരെ അവിടെ അപ്പോയിൻമെൻറ്റിന് കൊടുക്കുന്നു. ഇത് തന്നെയാണ് ബത്തേരി സഹകരണ ബാങ്കിൽ നടത്തിയിട്ടുള്ളത്. അവിടെ 4-5 ഒഴിവുണ്ടാവും. അവിടെയുള്ള കുറേ ആൾക്കാർ പണം കൊണ്ട് കൊടുക്കും. അപ്പോൾ എന്താണ് ഒരു സീറ്റിന് ഒഴിവ്? നമ്മൾ കേട്ടിട്ടില്ലേ ഈ സ്കൂളുകളിൽ ടീച്ചർമാരെ അപ്പോയിൻറ്റ് ചെയ്യാൻ പണം മേടിക്കും. അപ്പോൾ എന്താണ്, ഒരു സ്കൂളിൽ ടീച്ചറെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇന്ന ദിവസം ഇന്ന മാസം ഈ ടീച്ചർ റിട്ടയർഡ് ആവും. അപ്പം ആ ടീച്ചർ റിട്ടയർഡ് ആകുമ്പോൾ ആ സ്ഥലത്തേക്ക് വരാൻ വേണ്ടി കുറേ ടീച്ചർമാരുണ്ടാവും. അപ്പം അവിടെ ടീച്ചറായി പഠിക്കുന്ന ആ പ്രദേശത്ത് ടീച്ചറായി നിൽക്കുന്ന അവർക്കറിയാം ഇങ്ങനെ ഇന്ന സ്കൂളിൽ ഇതിന് വേക്കൻസി ഒഴിവുണ്ട്. അപ്പോൾ എല്ലാവരും അപ്രോച്ച് ചെയ്യുമ്പം നല്ല സ്കൂളുകൾ ഏതെങ്കിലും ഒരു ടീച്ചറോട് പണം മേടിച്ചിട്ട് ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യും. ചീത്ത സ്കൂളുകൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്താണ് ഈ പണം അപഹരിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ എന്ത് ചെയ്യും? എല്ലാ ടീച്ചർമാരോടും പണം മേടിക്കും. എന്നിട്ട് പറയും ഇപ്രാവശ്യം ഈ സ്കൂൾ തരാം കേട്ടോ, 2 വർഷം കഴിയുമ്പം അടുത്ത ടീച്ചർ റിട്ടയർഡ് ആവും, അപ്പോൾ ഇതിലേക്ക് നിനക്ക് തരാം കേട്ടോ. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പം അടുത്ത ടീച്ചർ റിട്ടയർഡ് ആവും, ഇത് തരാമെന്ന്. ഇതേ അവസ്ഥയാണ് ഈ പറയുന്ന സഹകരണ ബാങ്കുകൾ മുഴുവൻ നടന്നിട്ടുള്ളത്. എന്ത് സംഭവിച്ചു? ഒരു വേക്കൻസി ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് 2-3 വേക്കൻസി. അപ്പോൾ ഇവർക്കൊരു ബെനിഫിറ്റ് എന്താണ്? ടേൺ ഓവർ കൂടുതലുള്ള അല്ലെങ്കിൽ ഫെസിലിറ്റീസ് കൂടുതലുള്ള ടേൺ ഓവർ, പുതിയ അപ്പോയിൻമെൻറ്റ് നടത്താം. അപ്പോൾ പുതിയ അപ്പോയിൻമെൻറ്റ് നടത്താനുള്ള ഒരു കാലതാമസം ഏത് സംഭവത്തിൽ നടക്കണം? ഈ സ്ഥിരം ഭരണം കയ്യിലിരിക്കുന്ന പാർട്ടികൾക്ക് നടക്കും. 10-15 വർഷമായിട്ട് ഒരു ബാങ്ക് കൈകാര്യം ചെയ്യുന്ന സമിതികൾക്ക് നടക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? ബത്തേരി എന്താ സംഭവിച്ചത്? കോൺഗ്രസ് BJP ഭരിച്ചുകൊണ്ടിരുന്ന ബാങ്ക് ഇടക്കാലത്ത്
കോൺഗ്രസ് അവിടുത്തെ ഒരു BJP-കാരനെ വിലയ്ക്ക് വാങ്ങിയിട്ട് അത് അട്ടിമറിച്ച് കുറച്ച് നാൾ നടത്തിക്കൊണ്ട് പോയപ്പോൾ ഒരു നിയമനം നടത്താൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും, BJP കോടതി പോയി, അവിടെ അഡ്മിനിസ്ട്രേഷൻ ഭരണം വന്നു, പിന്നെ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നു, തെരഞ്ഞെടുപ്പ് BJP തിരിച്ചു വന്നു, പിന്നെ കോൺഗ്രസിന് അവിടെ റോളില്ല. ആ ഇടക്കാലത്ത് മേടിച്ച പണങ്ങളുടെ പ്രശ്നമാണ് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ, ചില്ലറ കാര്യമാണ് നടക്കുന്നത്. അപ്പം ഒരു പരിധി വരെ ബാങ്കുകളെ ഇവരൊരു കൊള്ള സ്ഥാപനമാക്കി മാറ്റി. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴെന്താണ്, ഈ പറയുന്ന പാർട്ടി ഈ NM വിജയനെയും അദ്ദേഹത്തിൻ്റെ മകനെയും കൊലക്കി കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു പരിധി വരെ ഇവർക്ക് ഇദ്ദേഹത്തെ സംരക്ഷിക്കണം എന്നുള്ളത്, ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു മനസാക്ഷി ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ട പണി എന്താണ്, ഈ പണം വാങ്ങിയത് ഈ DCC പ്രസിഡന്റിനും ഈ KPCCക്കും ഈ പറയുന്ന സംസ്ഥാന നേതാക്കന്മാർക്കും ജില്ലാ നേതാക്കന്മാർക്കും അറിയാമല്ലോ. ആ പണം മേടിച്ചത് NM വിജയൻ മാത്രമല്ല എന്ന് ഇവർക്ക് അറിയാലോ. ആ പണം തിരിച്ചു കൊടുക്കാനുള്ള ഒരു മാന്യത ഇവർ കാണിക്കണ്ടായിരുന്നോ? ഒരാൾ കാണിച്ചിട്ടില്ല. ഇപ്പം നടന്ന കാര്യം എന്താണ്, ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സമിതി അവിടെ പോയി. അന്വേഷണ സമിതി അവിടെ കൊണ്ട് 1.25 കോടിയോളം രൂപ വരുന്ന സംവിധാനം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പണം ഈ കുടുംബത്തിന് കൊടുത്തത് പരമാർത്ഥാണ്. എന്താ സംഭവിക്കുക, അവിടെ അഴിമതിയായി. കാരണം അഴിമതി നടന്ന പണമല്ലേ തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ പണം. ഒരാൾ ഒരു അഴിമതി നടത്തിയ പണം പാർട്ടിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? മേടിച്ച പണം തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? തിരിച്ചു കൊടുത്താൽ അത് അടിമതി പണം വാങ്ങി എന്നുള്ളതിന് വ്യക്തിപരമായ കുടുംബത്തിലുള്ള ബാധ്യത. അങ്ങനെയാണ് ഈ കേരളത്തിൽ എത്ര നേതാക്കന്മാരും ആൾക്കാരും മരിച്ചിട്ടുണ്ട്. അവരെ വ്യക്തിപരമായ ബാധ്യത പിന്നെ ഇവരാരെങ്കിലും ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടോ? ഇതെന്താണ്, ഇത് ഇവരുടെ കണ്ണടയ്ക്കണം. ഇപ്പോൾ തൽക്കാലം ഇവർ രണ്ടുപേരും ഒരു കേരളത്തിലൊരു മരണം നടന്നിട്ട് അത് പൈസ വെച്ച് ഒതുക്കുകയെ ഏത് രീതിയിലാണ് ഈ പാർട്ടിക്കാർ ഇതിനെ കാണുന്നത്? അവരെ കുടുംബത്തിൻ്റെ ബാധ്യത ഏറ്റെടുത്തിട്ട് ഈ രണ്ടുപേരുടെ ജീവന് വിലയാവുമോ? മനസ്സിലായോ? ആ മനുഷ്യൻ, ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗേറ്റ്, വീടിൻ്റെ ഗേറ്റ് എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പതാക പെയിൻ്റ് അടിച്ച ഗേറ്റാണ്. മനസ്സിലായോ? ഒരു വീടിൻ്റെ ഗേറ്റ് കൊണ്ട് കോൺഗ്രസിൻ്റെ പതാക ഗേറ്റ് അടിച്ച മനുഷ്യനാണ് ഈ അത് മനസ്സിൽ ഇത് ഞാൻ മരിച്ചു കഴിഞ്ഞാലും 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് പോലീസിൽ കൊണ്ട് കൊടുക്കാൻ പാടുള്ളൂ, മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ കാരണം ആ പാർട്ടിയെ നെഞ്ചിൽ കയറ്റിയ ഒരു മനുഷ്യനാണ്. ആ പാർട്ടിയെ നെഞ്ചിൽ കയറ്റിയ മനുഷ്യനെ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല. ഇന്നും പൈസ കൊടുത്തിട്ട് വിലയ്ക്ക് പറയുന്നു, ഇപ്പോഴും പൈസ വെച്ചിട്ട് വില പറയല്ലേ. രണ്ട് മനുഷ്യന്മാർ ജീവിച്ച 2 പേര് മരിച്ച ഒരു കുടുംബത്തിൽ 2 പേര്, ഒരു മകന് വിഷം കൊടുത്ത് കൊല്ലുന്ന മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? ആ മാനസികാവസ്ഥയിൽ വെച്ച് ഒരു മനുഷ്യൻ വിഷം കൊടുത്ത് കൊന്നിട്ട് അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹം എത്ര വേദനിച്ചിട്ടും. അങ്ങനെ മരിക്കുന്ന ഒരു മനുഷ്യൻ കോൺഗ്രസ് പാർട്ടിയെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചേക്കാണ്. മനസ്സിലായില്ലേ? ആ കോൺഗ്രസ് പാർട്ടിനെ സംരക്ഷിക്കേണ്ട ഒരാൾ ഇത്രയും ആത്മാർത്ഥതയോടും 55 വർഷം ഈ പാർട്ടിക്ക് വേണ്ടി ജീവിതവും പിന്നെ അദ്ദേഹത്തിനുണ്ട കാലങ്ങൾ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജോലി വരെ കിട്ടിയിട്ട് അതുവരെ ഉപയോഗിച്ചിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ ഇവർക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല. ഇവർ എന്തിനു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? ഇനി ഇവർ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ആ ശൈലി വേറെയല്ലേ. അപ്പോൾ ആ ശൈലിയെ പോലെയല്ല ഈ കത്തുകൾ എന്ന് പറയുന്നത്. ഓരോ ദിവസം പുറത്തു വരുന്ന തെളിവുകൾ NM വിജയൻ്റെ ആത്മഹത്യയ്ക്ക് നയിച്ചിട്ടുള്ള കാരണമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കാരണം എന്ന് പറയുന്നത് പോലീസ് അന്വേഷണത്തിൽ കൂടെ പുറത്തു വന്നാൽ ഈ പറയുന്ന എല്ലാവരും അഴിക്കുള്ളിൽ പോകേണ്ടി വരും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. ഉണ്ണി ബാലകൃഷ്ണൻ, അങ്ങനെ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ കത്താണ്. ഇങ്ങനെ കത്തുകൾ ഓരോ ദിവസങ്ങളായി വരുന്നു, മൊഴികൾ ഓരോന്നായിട്ട് വരുന്നു. ഇന്ന് IC ബാലകൃഷ്ണനും ND എന്തൊക്കെ പറഞ്ഞാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫോണിൽ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീടാണ് അദ്ദേഹം ഒരു വീഡിയോ പുറത്തേക്ക് ഇറക്കുന്നത്. ഒളിവിൽ പോയി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചു, അറസ്റ്റ് തടഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ പുറത്തു വരുന്നതും. പ്രതിരോധത്തിലായോ? നോക്കൂ, ഈ കാര്യത്തിൽ ഈ കത്ത് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കത്ത് വളരെ പ്രധാനമാണ്. 2 കാരണങ്ങളാലെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു DCC പ്രസിഡന്റ് ഒരു സഹകരണ ബാങ്കിലേക്ക് കത്തെഴുതുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറയുന്ന ആളാണ് ആ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരി. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം DCC പ്രസിഡന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഭരിക്കുന്ന ബാങ്കുകളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള കത്തയക്കുന്നതിന് ഒരു തടസ്സമില്ല. ഇപ്പം നമുക്കറിയാമല്ലോ, CPM-നെ പോലൊരു പാർട്ടിയിൽ കൃത്യമായൊരു മെക്കാനിസം ഉണ്ട്. ഇപ്പം രാഷ്ട്രീയക്കാർ തന്നെയാണല്ലോ ഈ ഭരണസമിതി എന്ന് പറയുന്നത്, ബാങ്കുകൾ ഭരിക്കുന്ന ഭരണസമിതി. ആ രാഷ്ട്രീയക്കാരെ നയിക്കുന്ന ഒരു നേതൃത്വം ജില്ലയിൽ എപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ CPM-ന് ഒരു ഉപസമിതി തന്നെയുണ്ട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട്. ആ ഉപസമിതി ഈ പറയുന്ന സഹകരണ ബാങ്കിലെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഉപസമിതിയാണ്. ഇപ്പോൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് AC മൊയ്തീൻ എന്താണ് അവിടെ ഒരു റോളുമില്ല. അദ്ദേഹം ആ ഭരണസമിതിയായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ അന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്ക് അവിടുത്തെ ഭരണത്തിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില കേസുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഈ രീതിയിൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വങ്ങൾ അതത് പാർട്ടികൾ ഭരിക്കുന്ന ബാങ്കുകളിൽ ഇടപെടാറുണ്ട്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന DCC പ്രസിഡന്റ് ആയിട്ടുള്ള IC ബാലകൃഷ്ണൻ ഒരു കത്തെഴുതുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാമോ?
ഈ NM വിജയൻ്റെ മരണത്തിന് കാരണമായി അദ്ദേഹം തന്നെ എഴുതി വച്ചിരിക്കുന്ന ഒരു സുപ്രധാനമായ സംഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകനെ ആ ബാങ്കിൽ സ്ഥിരപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളുലച്ച ഒരു സംഭവമാണ്. 7 വർഷക്കാലം കേവലം 200 രൂപ ദിവസവേതനത്തിന് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ഭിന്നശേഷിക്കാരനായ മകനാണ് ജിജേഷ് എന്ന് പറയുന്നത്. ആ മകനെ വിഷം കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഉലച്ചിലുണ്ടാക്കിയ ഒരു സംഭവമാണ് ഈ പറയുന്ന മകൻ്റെ ജോലി സ്ഥിരപ്പെടുത്താതിരുന്ന നടപടി എന്ന് പറയുന്നത്. ആ മകൻ്റെ ജോലി സ്ഥിരപ്പെടുത്താതെ മറ്റൊരാളെ ആ പോസ്റ്റിലേക്ക് നിയമിക്കാൻ IC ബാലകൃഷ്ണൻ കത്ത് നൽകി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയുന്നത്. ആ അർത്ഥത്തിലാണ് ഈ കത്ത് ഏറ്റവും ക്രൂഷ്യലാകുന്നത് ഈ കേസിൽ. ആ മരണത്തിൽ സത്യം പറഞ്ഞാൽ ഈ കത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്, ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ കത്ത് തെളിയിക്കുന്നൊരു കാര്യം എന്താ? ഈ കത്ത് തെളിയിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ പറയുന്ന എല്ലാ പോസ്റ്റിങ്ങിലും ഇയാൾ ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതല്ലേ? അതിനൊരു കൃത്യമായ തെളിവല്ലേ? ഈ പറയുന്ന നിയമനങ്ങളിൽ അതിനകത്ത് കോഴ വാങ്ങിയോ ഇല്ലയോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ അവിടെ നടന്നിട്ടിരിക്കുന്ന നിയമനങ്ങളിൽ IC ബാലകൃഷ്ണൻ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഈ കത്ത് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ആ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി നടപടി സ്വീകരിക്കണമല്ലോ. സോറി, പിന്നെ എന്താണ്, ഒരു ശുപാർശയല്ല അത്. അതല്ല അപ്പോയിന്റ് ചെയ്യാനാ പറയുന്നത്. ആ നിർദ്ദേശമാണ്. DCC പ്രസിഡന്റ് ആണ്. DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അവിടുത്തെ ഭരണസമിതിക്ക് മുകളിൽ അയാൾക്ക് ഒരു സേ ഉണ്ട്. ആ സേയുടെ അടിസ്ഥാനത്തിൽ അയാൾ അവിടെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്ന് ഈ കത്ത് തെളിയിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടർത്ഥത്തിൽ ഈ കത്ത് പുറത്തു വന്നിരിക്കുന്ന കത്ത് ക്രൂഷ്യലാണ്. ഒന്ന്, NM വിജയനെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിലേക്ക്, അദ്ദേഹത്തിൻ്റെ മകനെ കൊന്നതിന് ശേഷം ആത്മഹത്യയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ കത്തൊരു പ്രേരണയായിട്ടുണ്ട്. ഈ കത്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം. രണ്ട്, ഈ നിയമനങ്ങളിലൊക്കെ ഇയാൾ ഇടപെട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. ഇനി മൂന്നാമത്തത്, നമ്മൾ ഈ NM വിജയൻ്റെ മരണം റിപ്പോർട്ട് ചെയ്ത ദിവസം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആദ്യം തന്നെ റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്തിരുന്നൊരു കാര്യം എന്താണെന്നറിയാമോ? ആത്മഹത്യാക്കുറിപ്പുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിച്ച് അവിടുത്തെ പ്രാദേശിക നേതാക്കൾ നടക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഇത് കണ്ടെത്താൻ ശ്രമിച്ചത് എന്താണെന്നറിയാമോ? ഈ പറയുന്ന ആത്മഹത്യാക്കുറിപ്പ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അത് ഈ ഡെഡ് ബോഡി കൊണ്ടുപോകാനല്ല ശ്രമിച്ചിട്ടുള്ളത്. എന്തെങ്കിലും ഒരു, പക്ഷേ ആ സമയത്ത് ഡെഡ് ബോഡി ആയിട്ടില്ല, പിന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാനല്ല ശ്രമിച്ചത്, മറിച്ച് ഇങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താനാണ് ശ്രമിച്ചത്. അങ്ങനെ ഒന്നില്ല എന്ന് ഉറപ്പ് ആയതിനു ശേഷമാണ് ഇവർ ഈ പറയുന്ന രണ്ടുപേരെയും ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം ഇവരുടെ മരണം സംഭവിച്ചതിന് ശേഷം നമ്മളത് കണ്ടല്ലോ. ഈ പറയുന്ന IC ബാലകൃഷ്ണൻ അവിടെ ഉണ്ടായിരുന്നു, ND അപ്പച്ചൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ആ എഗ്രിമെന്റ് പുറത്തുവിടുന്നത്. ഏതാ? ഈ പറയുന്ന നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എഗ്രിമെന്റ് റിപ്പോർട്ടർ TV പുറത്തുവിടുന്നത് ആ സമയത്താണ്. അപ്പോൾ തന്നെ IC ബാലകൃഷ്ണനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്? എനിക്കിതിനകത്ത് യാതൊരു ഉത്തരവാദിത്വമില്ല, എനിക്കിതിനകത്ത് യാതൊരു പങ്കുമില്ല, ഞാൻ ഉടനെ തന്നെ കേസ് കൊടുക്കാൻ പോകണം. അദ്ദേഹം കേസും കൊടുത്തു കേട്ടോ. അദ്ദേഹം കേസ് കൊടുക്കുന്നു. കാരണം എന്താ ഉറപ്പെന്താ? ആത്മഹത്യക്കുറിപ്പില്ല, ഒരു തെളിവുമില്ല. അപ്പോൾ ആഞ്ഞടിക്കുകയാണ്. ഈ ആഞ്ഞടിയുടെ അടിസ്ഥാനത്തിൽ എന്താ ചെയ്തത്? KPC നേതൃത്വം സകല സുരക്ഷയും പ്രഖ്യാപിച്ചു. ആർക്ക്? IC ബാലകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നു, ND അപ്പച്ചൻ പ്രഖ്യാപിക്കുന്നു, ജില്ലാ നേതൃത്വത്തെ ഒന്നടങ്കം സംരക്ഷിക്കാൻ KPC നേതൃത്വം തീരുമാനിക്കുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടേ ഈ പറയുന്ന കുറിപ്പ് പുറത്തു കൊടുക്കാവുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പിള്ളേർ അത് മാറ്റിവെച്ചത്. ആ മാറ്റിവെച്ച കുറിപ്പാണല്ലോ ഇപ്പോൾ പുറത്തു വന്നത്. പുറത്തു വന്നതോടുകൂടി പാർട്ടി വെട്ടിലായി. ആ വെട്ടിലായ സമയത്താണല്ലോ ഈ പറയുന്ന അന്വേഷണ സമിതി ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് വയനാട്ടിലെത്തിയിട്ട് ഈ അന്വേഷണ സമിതി എന്താ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾ ആ ബാധ്യതയെല്ലാം ഏറ്റെടുത്തോളാം എന്നാണ്. ആ ബാധ്യത ഏറ്റെടുത്താൽ ഈ പ്രശ്നം കഴിയില്ല. അതെങ്ങനെയാണ് കഴിയുക? കാരണം വെച്ചാൽ പാർട്ടിയുടെ എന്താ പറയുക, പാർട്ടി കോടതികൾക്കെതിരല്ലേ കോൺഗ്രസ്? CPM ഓരോ കേസുകളും പാർട്ടി കോടതിയിലൂടെ പരിഹരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള പാർട്ടിയല്ലേ സംസ്ഥാനത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PK ശശിക്കെതിരായിട്ടൊരു കേസ് വന്നല്ലോ. ആ കേസ് വന്ന സമയത്ത് AK ബാലനും ശ്രീമതി ടീച്ചറും കൂടി പോയല്ലേ അവിടെ അന്വേഷിച്ചത്? അത് തെറ്റാണെന്നല്ലേ VD സതീശനും KS സുധാകരനും അടക്കമുള്ള KPCCയുടെ നേതൃത്വം പറഞ്ഞത്? അതല്ല, അവിടെ പാർട്ടി കോടതി അല്ല വേണ്ടത്. മുമ്പ് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ, വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷയായിട്ട് ജോസഫ് ഇരുന്ന സമയത്ത് ഇങ്ങനൊരു പ്രസ്താവന നടത്തിയല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുണ്ട്, ആ പാർട്ടിക്കകത്ത് ഞങ്ങൾ ചർച്ച നടത്തും, തെറ്റുകൾ തിരുത്തും, അതുകൊണ്ട് ഞങ്ങളുടെ കോടതിയും ഞങ്ങളുടെ ശിക്ഷയും ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനും ഒക്കെ പാർട്ടിയാണ് എന്ന് പറഞ്ഞൊരു ചെറിയ വിവാദമാണ് ഇവിടെ UDFൻ്റെ നേതൃത്വം ഉണ്ടാക്കിയത്, കോൺഗ്രസിൻ്റെ നേതൃത്വം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ പറ്റില്ല. പാർട്ടിക്കകത്ത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമല്ലത്. പിന്നെ ഇനിയിപ്പം നിങ്ങളിനി അങ്ങനെ പാർട്ടിക്കകത്ത് പ്രശ്നം ഒത്തുതീർപ്പാക്കി പരിഹരിക്കാമെന്ന് വിചാരിച്ചാലും ഇതൊരു കേസായി കഴിഞ്ഞില്ലേ? 3 പരാതി ഓൾറെഡി ഉണ്ടല്ലോ. പത്രോസിൻ്റെ പരാതിയില്ലേ, സജയു എന്ന് പറയുന്ന ഒരാളുടെ സായൂജ് എന്ന് പറയുന്ന ഒരാളുടെ പരാതിയില്ലേ, ആനപ്പാറ ഷാജി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പരാതിയില്ലേ? 3 പരാതികൾ ഓൾറെഡി പോലീസ് സ്റ്റേഷനിലുണ്ടെന്നേ, അതിന് പേരിൽ FIR ഉണ്ടെന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കേസ് വരും. ഇപ്പോഴും കേസുണ്ടല്ലോ. അല്ലാതെ തന്നെ വിജിലൻസ് ഒരു കേസെടുത്തിട്ടുണ്ട്, ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഇന്നിപ്പം നോട്ട് അറസ്റ്റ് എന്നേ കോടതി പറഞ്ഞിട്ടുള്ളൂ അല്ലേ? 15-ാം തീയതി ഇനിയും അതിൻ്റെ വാദം കേൾക്കാനിരിക്കുകയാണ്. ആ സമയത്ത് കോടതി കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നിയമ നടപടികളുണ്ടാകും. ഇത് മൂടി വെക്കാനൊന്നും കഴിയില്ല. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു രാഷ്ട്രീയ ധാർമ്മികത പ്രശ്നമാണ്. കാരണം വെച്ചാൽ 2 മാസം മുമ്പ് ADM നവീൻ ബാബുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മനസാക്ഷിയെ പിടിച്ചുലച്ചുകൊണ്ട് മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുന്നു, UDFൻ്റെ നേതൃത്വം ചർച്ച ചെയ്യുന്നു, KPCC ചർച്ച ചെയ്യുന്നു, കോൺഗ്രസിൻ്റെ നേതാക്കൾ ചർച്ച ചെയ്യുന്നു. അതെല്ലാം ബാധകമായൊരു കേസാണ്. ഈ
കേസും ഈ കേസ് കുറച്ചുകൂടി ഗ്രേവാന്ന് പറയുന്നത് നമ്മളിപ്പം ദിവ്യയുടെ കാര്യത്തിനകത്ത് അത് അസ്യൂം ചെയ്യുകയാണല്ലോ. ആത്മഹത്യാ പ്രേരണയായിട്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. ആ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം എന്താ? അത് കൃത്യമായി ഒരു ക്യാമറാമാനെ കൊണ്ടുവന്ന് റെക്കോർഡ് ചെയ്യിച്ചത് പത്തനംതിട്ട വരെ എത്തിച്ചു എന്നൊരു പ്രശ്നം അതിനകത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ആ പ്രേരണ ഉള്ളപ്പോൾ അന്ന് കോൺഗ്രസ് നേതൃത്വം എന്താ ആവശ്യപ്പെട്ടത്? ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. രാജിവെച്ചല്ലോ, 3ാമത്തെ ദിവസം രാജിവെച്ചു. അവിടെ തീർന്നില്ലല്ലോ, പാർട്ടിയുടെ ഒരു പദവികളിലും വെച്ചുകൂടാ എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടുത്തെ എന്താ സംഭവിച്ചത്? തരം താഴ്ത്തുകയാണ് ചെയ്തത്. ആ കേസ് വളരെ പ്രധാനപ്പെട്ട കേസാണ്. ആ കേസിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. അങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞ് വലിയ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച കോൺഗ്രസ് പാർട്ടി ഇപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു സമിതിയെ വിട്ടിട്ട് ഞങ്ങൾ ആ പൈസ മുഴുവൻ സെറ്റിൽ ചെയ്തോളാം, നിങ്ങൾ കണ്ണടച്ചങ്ങ് ഇരുന്നോണം, ഒരു പ്രശ്നവും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നു. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കേണ്ട, അതിപ്പം ഗോവിന്ദ മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ടോ? മുകേഷിൻ്റെ കേസ് വന്നപ്പോഴത്തേക്കും CPM അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കേസ് വന്നാൽ ഉടനെ തന്നെ ഒരു ജനപ്രതിനിധി രാജിവെക്കേണ്ട, രാജിവെച്ച് കഴിഞ്ഞിട്ട് ഈ കേസ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് അദ്ദേഹത്തിന് വരാൻ കഴിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് രാജിവെക്കേണ്ട എന്നുള്ള കാര്യത്തിനകത്ത് അവർക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ IC ബാലകൃഷ്ണനും ND അപ്പച്ചൻ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അല്ലേ ND അപ്പച്ചൻ, ജില്ലാ പ്രസിഡന്റായിട്ട് ND അപ്പച്ചൻ തുടരുന്നു, IC ബാലകൃഷ്ണൻ പാർട്ടി പദവികൾ തുടരുന്നു. ആ പാർട്ടി പദവികളിൽ നിന്ന് മാറണ്ടേ? അത് നിങ്ങൾ എടുക്കേണ്ട ഒരു തീരുമാനമല്ലേ, ഒരു രാഷ്ട്രീയ ധാർമ്മികത പ്രശ്നമല്ലേ? നിങ്ങൾ പോലീസ് എപ്പോഴും പറയുന്ന കാര്യം എന്താ? പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾക്ക് ഒരു തീർപ്പാകട്ടെ, അതുവരെ നമുക്ക് കുറ്റവാളികളായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയില്ല. കുറ്റവാളികളെ പ്രഖ്യാപിക്കേണ്ട, പക്ഷേ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ പ്രശ്നമുണ്ട് ഈ കാര്യത്തിനകത്ത്. ആ രാഷ്ട്രീയ ധാർമ്മികത CPMന് മാത്രം ബാധകമായിരിക്കുന്ന ഒന്നല്ല, LDFന് മാത്രം ബാധകമായിരിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് ആ രാഷ്ട്രീയ ധാർമ്മികത ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നതിൽ കോൺഗ്രസിന് വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ സ്മൃതി പറഞ്ഞതിനകത്ത് എനിക്കൊരു വിയോജിപ്പുള്ളത്, ഈ പറയുന്ന പാർട്ടി ഫണ്ട് സ്വരൂപിക്കാനല്ലെന്നേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പൈസ അടിച്ചു മാറ്റിയത്. 32 ലക്ഷം രൂപ കോഴവാൻ ചെയ്യുന്നതെന്നറിയാവോ? അവിടുത്തെ ഈ പറയുന്ന ഭരണസമിതി അട്ടിമറിക്കാനാണ്. ആ ഭരണസമിതിയെ അട്ടിമറിക്കുന്ന 10 ലക്ഷം കൊടുത്തിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. 32 ലക്ഷം രൂപ ഇദ്ദേഹത്തെ കൊണ്ട് ലോൺ എടുപ്പിക്കുന്ന എന്തിനാണ്? അത് ആ അതായത് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന BJP ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, അവർക്കൊരു മാൻഡേറ്റ് കിട്ടിയിട്ടല്ലേ അവരവിടെ ഭരിക്കാൻ വരുന്നത്. ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തെ പൊളിക്കാൻ വേണ്ടി ഒരാൾക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നു, അങ്ങനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിന് വേണ്ടിയിട്ട് 32 ലക്ഷം രൂപ കടമെടുക്കുന്നു. അത് ഇപ്പോൾ എത്ര രൂപയാണ്? 65 ലക്ഷം രൂപയായിട്ട് മാറിയിരിക്കുന്നു. ഈ മനുഷ്യൻ്റെ, ഈ NM വിജയൻ്റെ, ആൻഡ്രു സാർ പറഞ്ഞ കണക്ക് ഈ പറയുന്ന ഗേറ്റിൻ്റെ വാതിക്കൽ ത്രിവർണ്ണ പതാകയുടെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ആ വീടും ആ സ്ഥലവും ജപ്തി ഭീഷണിയിലാണ്. അത് എപ്പോൾ വേണമെങ്കിലും ജപ്തി ചെയ്യപ്പെടാവുന്ന സാഹചര്യമാണ്. അത് വീട്ടിൽ പറയാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു NM വിജയൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ പാർട്ടി ഫണ്ട് സംഘടിപ്പിച്ച് പാർട്ടി പ്രവർത്തനം നടത്തിക്കളയാമെന്നൊന്നും ഇവരാരും വിചാരിച്ചിട്ടുമില്ല. ഈ അട്ടിമറി നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ പൈസ സംഘടിപ്പിച്ചത്. എന്നിട്ട് താങ്കൾ പറഞ്ഞത് ശരിയാണ്, അതങ്ങോട്ട് വീതം വെച്ചെടുക്കുകയാണ് ചെയ്തത്. ആ വീതം വെച്ചെടുത്തു എന്ന് മാത്രമല്ല, തിരിച്ച് ആ പൈസ കൊടുക്കാൻ തയ്യാറായതുമില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ പറയുന്ന NM വിജയൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ആത്മഹത്യ എന്ന് പറയുന്നത് പ്രതിപക്ഷം പറയുന്നത് പോലെ, ഇന്ന് റഫീഖ് പറഞ്ഞ വളരെ കൃത്യമാണ്, അതൊരു ഇരട്ട കൊലപാതകമാണ്. ആ ഇരട്ട കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട്. അവർ ആ രാഷ്ട്രീയ ധാർമ്മികതയോടുകൂടി ഈ പറയുന്ന മുഴുവൻ ആളുകളെയും കഴിഞ്ഞ 10 വർഷമായിട്ട് 3 പ്രസിഡന്റുമാരിരുന്നിട്ടും വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുക. ഒരു ജില്ല കരുവന്നൂർ അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടുത്തെ മരണങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ആ നിക്ഷേപകർ അനുഭവിച്ച പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയുമാണ്. പക്ഷേ ഇപ്പുറത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷമായിട്ട് വളരെ മനോഹരമായിട്ട് 3 ജില്ലാ പ്രസിഡന്റുമാർ, 2 ട്രഷറർമാർ നല്ല സുന്ദരമായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇടനില നിർത്തി പൈസ സംഘടിപ്പിച്ച് അത് വെട്ടി സ്വന്തം കീശയിലാക്കി, എന്നിട്ട് ഒരു കുടുംബം അനാഥമായിരിക്കുന്നു എന്നുള്ളതാണ് ആ രാഷ്ട്രീയ യാഥാർത്ഥ്യമുണ്ട്, ആ സാമൂഹിക യാഥാർത്ഥ്യമുണ്ട്, പച്ചയായൊരു ജീവിത യാഥാർത്ഥ്യവുമുണ്ട്. ഇതിൽ നിന്ന് കോൺഗ്രസിന് കൈകഴുകി പോകാൻ കഴിയില്ല. കൃത്യമായ രാഷ്ട്രീയ നടപടി അത് ND അപ്പച്ചനെതിരായിട്ടുണ്ടാവണം, IC ബാലകൃഷ്ണൻ എതിരായിട്ടും ഉണ്ടാകണം. ഈ പറയുന്ന പോലീസും കേസുമൊക്കെ കോടതിയൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയ ധാർമ്മികതയുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കാര്യത്തിൽ രാഷ്ട്രീയമായ നടപടി നിർബന്ധമായും ഈ 3 ആളുകളുടെയും കാര്യത്തിൽ, ND അപ്പച്ചൻ്റെ കാര്യത്തിൽ, IC ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ, KK ഗോപിനാഥിൻ്റെ കാര്യത്തിൽ നിർബന്ധമായും എടുക്കണം എന്നാണ് എൻ്റെ നിലപാട്. അതിന് പ്രേരിപ്പിക്കുന്നതും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ തെളിവാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് എൻ്റെ നിലപാട്. കത്തുകൾ തെളിവാണല്ലോ. NM വിജയന്റെ കത്താണ് ഏറ്റവും വലിയ തെളിവ്. ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് IC ബാലകൃഷ്ണൻ MLA അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ തന്നെ എഴുതിയ കത്താണ്. ആ കത്ത് എന്റേതല്ല എന്ന് IC ബാലകൃഷ്ണൻ ഇപ്പോൾ എവിടെയോ ഇരുന്ന് പുറത്തുവിട്ട ആ വീഡിയോയിൽ പോലും നിഷേധിച്ചിട്ടില്ല. ഒളിവിലല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് കാണിക്കാനായി ഒരു വീഡിയോ അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളടക്കം അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം സ്വകാര്യ ആവശ്യത്തിന് പോയതാണെങ്കിലും എന്തായാലും അറസ്റ്റ് തടയുന്നത് വരെ ആ സ്വകാര്യ ആവശ്യത്തിനായി അദ്ദേഹം എവിടെയോ ഒളിവിലായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അത് നമ്മൾ കണ്ടതുമാണ്. എന്തായാലും ആ ഒളിവിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരും.
വയനാട്ടിൽ തന്നെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ മുൻകൂർ ജാമ്യാപേക്ഷ 15-ാം തീയതി അദ്ദേഹത്തിന്റെ പരിഗണിക്കാൻ പോവുകയാണ്. ജാമ്യം കിട്ടാനുള്ള സാധ്യത തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം പബ്ലിക് പ്രോസിക്യൂട്ടറൊക്കെ ഈ ജാമ്യത്തെ എതിർക്കണമല്ലോ, എന്നാൽ മാത്രമല്ലേ ഈ ജാമ്യം കിട്ടാതെ വരികയുള്ളൂ. ഇവരുടെയൊക്കെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ക്രോസ് കണക്റ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ആത്മവിശ്വാസത്തോടെ ഈ നേതാക്കൾക്കൊക്കെ ഇത്ര വലിയ ഒരു കുറ്റം ചെയ്തിട്ടും ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. ആ കുറ്റത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി, ആ മനുഷ്യന്റെ ചോരയുടെ മണം മാറുന്നതിന് മുൻപ് തന്നെ ന്യായീകരിക്കാൻ KPCC പ്രസിഡന്റിനടക്കം കഴിയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവർക്കൊക്കെ വേണ്ടി ജീവിച്ച, അവർക്കൊക്കെ വേണ്ടി മരണസമയത്തും ആലോചിച്ച ഒരു മനുഷ്യനാണ്. മരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും സ്നേഹമുള്ളവരെ കുറിച്ചാണ് ആലോചിക്കുന്നത്. NM വിജയൻ എന്ന മനുഷ്യന് വ്യക്തിയോടായിരുന്നില്ല, പാർട്ടിയോടായിരുന്നു, ആ കൈപ്പത്തി ചിഹ്നത്തോടായിരുന്നു, അയാളുടെ മനസ്സിൽ ആ ത്രിവർണ്ണ പതാകയായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ആ മരണസമയത്ത് പോലും അദ്ദേഹം കാണിച്ച ആ ഒരു കരുതൽ. ആ കരുതൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിക്ക് ആ മനുഷ്യന്റെ കുടുംബത്തോട് ഇല്ലാതെ പോയത് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. ഈ കത്തുകളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ കോൺഗ്രസ് കൂടുതൽ തുറന്നു കാട്ടപ്പെടുകയാണ്. ഇതാണ് കോൺഗ്രസ്. കൂടെയുള്ള ഒരുത്തന്റെ ചോര വീണാൽ പോലും അവനൊപ്പം നിൽക്കാതെ അപ്പോഴും സ്വന്തം ആഢ്യത്വം പറഞ്ഞുകൊണ്ട് സ്വന്തം സംരക്ഷിക്കാനായിട്ടുള്ള ഈ കെട്ടുപാടുകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു സംവിധാനം മാത്രമാണ് കോൺഗ്രസ്. അത് കോൺഗ്രസ് പാർട്ടി നേരിടുന്ന അപജയത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ജനത്തിന് മുന്നിൽ ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ് ഈ സംഭവത്തിലൂടെ എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് കോൺഗ്രസിന്റെ ഈ സെറ്റിൽമെന്റ് പൊളിറ്റിക്സ് നടക്കില്ല. നേരത്തെ ആൻഡോ സാറും ഉണ്ണി സാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ പണം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യർക്ക് പകരമാകുമോ? ആ പണത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ആ പണം എങ്ങനെയാണ് അത് കൃത്യമായി ആളുകളിലേക്ക് വാങ്ങിയ പണം തിരിച്ചു കൊടുത്ത് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആ മനുഷ്യൻ ആ പണത്തിന് വേണ്ടിയാണ് മരിച്ചത്. അപ്പോൾ ആ പണം കൊടുത്തത് കൊണ്ട് പണത്തിന് പകരം പണമാകുമായിരിക്കും, കടബാധ്യതകൾ, ബാങ്കിലെ ജപ്തി ഒഴിവാക്കാൻ കഴിയുമായിരിക്കും. പക്ഷേ ആ വീടിനൊരു നാഥനുണ്ടായിരുന്നു, ആ മനുഷ്യൻ ആ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച് മരിച്ച മനുഷ്യനാണ്, അയാളെ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ പണം ഇട്ട് എത്ര മൂടിയാലും അതിപ്പോൾ അവസാനം ഒരു ഡാമേജ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് കോൺഗ്രസ് നോക്കുന്നത്. ആദ്യഘട്ടത്തിൽ അവരിത് ചെയ്യുകയായിരുന്നെങ്കിൽ ഉപാധികളില്ലാതെ, ആദ്യം ഈ കുടുംബത്തെ പറഞ്ഞത് എന്തൊക്കെയാണ്, അതിനു മുൻപ് ഈ NM വിജയനെ കുറിച്ച് നിങ്ങളൊക്കെ സൂചിപ്പിച്ചെങ്കിലും അതിലൊരു കാര്യം കൂടിയുണ്ട്. ഈ ബത്തേരി മണ്ഡലം പ്രസിഡന്റായി കോൺഗ്രസിൽ വരുന്ന സമയം മുതലുള്ള NM വിജയനെ നമ്മൾ എടുത്തു നോക്കണം. അതായത് ഒരു 1970 മുതൽ 2024 ഡിസംബർ 24-നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായി ശ്രമിക്കുന്നത്. 27-ന് മരിക്കുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ 2024 ഡിസംബർ 24 വരെയുള്ള ആ ദീർഘമായ കാലഘട്ടം മുഴുവൻ കോൺഗ്രസ് ആയിരുന്നു അയാളുടെ മനസ്സിലും അയാളുടെ ജീവിതത്തിലും പ്രവൃത്തിയിലും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു സമീപനമാണോ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ആ മനുഷ്യന് നേരെ ഉണ്ടായത്, ആ കുടുംബത്തിന് നേരെ ഉണ്ടായത് എന്നുള്ള ഒരു വലിയ ചോദ്യം അവിടെ നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, നഗരസഭാ കൗൺസിലർ, ബത്തേരി സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ, അതായത് ഈ ബാങ്കിന്റെ, നേരത്തെ സാർ പറഞ്ഞതുപോലെ ഒരു DCCയിലെ ഒരു ഭാരവാഹി മാത്രമല്ല, ആ ബാങ്കിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. സഹകരണ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബാങ്കിനുള്ളിൽ നടക്കുന്ന ഇതുപോലെയുള്ള പല ഇടപാടുകളെക്കുറിച്ചും അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ ഉണ്ണി സാർ സൂചിപ്പിച്ചതുപോലെ ആത്മഹത്യാക്കുറിപ്പുണ്ടോ എന്ന് ആദ്യം എല്ലാവരും പരക്കം പാഞ്ഞ് തേടി നടന്നത്, ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ. ഇല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു ദീർഘവിശ്വാസത്തോടെ ആയിരിക്കും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പിന്നീടുള്ള പ്രതികരണങ്ങൾ വന്നത്, K കരുണാകരനൊപ്പം DIC രൂപീകരിച്ചപ്പോൾ പോയിട്ടുണ്ട് NM വിജയൻ. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ പാർട്ടിയല്ലാതെ മറ്റൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ ആളുകൾക്കൊക്കെ എതിരെ മറുഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട്, ഇപ്പോൾ ബാങ്കിന്റെ ഭരണസമിതി BJP ആണ്, വേണമെങ്കിൽ അങ്ങനെ ഒരു നീക്കം നടത്താമായിരുന്നു. അതിനൊന്നും NM വിജയൻ തയ്യാറായില്ല. മാത്രമല്ല CPIM-ഉമായും ഒക്കെ എല്ലാവരുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. കാരണം അദ്ദേഹം ഈ വോളിബോൾ താരം കൂടിയായിരുന്നു. അപ്പോൾ ഈ വോളിബോൾ താരം ആയിരിക്കുന്ന NM വിജയൻ ആ രീതിയിലുള്ള ഒരു സുഹൃത്ത് വലയം വയനാട്ടിലുണ്ട്. ആൻഡോ സാറിനൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് അറിയാമായിരിക്കും. ആ അദ്ദേഹത്തിന്റെ ഒരു ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ജിമ്മി ജോർജിനെ വയനാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരൻ എന്നത് മാത്രമായിരുന്നില്ല NM വിജയൻ, മറ്റു മേഖലകളിൽ കൂടിയും ആളുകൾക്കിടയിൽ ഒരു കണക്ട് ഉണ്ടാക്കിയിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് എത്ര നാണക്കേടുണ്ടാകും? ഈ പാർട്ടിക്കാരെല്ലാവരും കൂടി ഇങ്ങനെ പുട്ടടിക്കാൻ വേണ്ടി ഇതെല്ലാം അടിച്ചു മാറ്റിയിട്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ മാത്രം പേറണം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു അഭിമാനിയായ മനുഷ്യനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല പാർട്ടിയെ ഹർട്ട് ചെയ്തുകൊണ്ടല്ല എൻ്റെ മരണം എന്നതുപോലെ നിശ്ചയിച്ചുറപ്പിച്ച ഒരാൾ മരണത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഈ KPCC പ്രസിഡന്റിനൊന്നും മനസ്സിലാകാത്തത് എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് കാരണം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ് ആദ്യം കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ പ്രതികരണം അതായിരുന്നു. എന്തോ കുടുംബ പ്രശ്നം കൊണ്ട് ഒരു NM വിജയൻ DCCയുടെ വയനാട്ടിലെ ഒരു ട്രഷറർ ആത്മഹത്യ ചെയ്തു, മകനൊപ്പം ആത്മഹത്യ ചെയ്തു.
അതാണ് ആദ്യഘട്ടത്തിൽ വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചത്. ഈ KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും എന്താണോ ഇദ്ദേഹത്തിന്റെ മരണകാരണം അത് സംബന്ധിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടും അതേക്കുറിച്ചുള്ള വേണ്ട രീതിയിലുള്ള ജാഗ്രതയോടുള്ള പ്രതികരണം വരാത്തതുകൊണ്ടാണ് 10 ദിവസം കഴിഞ്ഞ് കത്ത് പുറത്തു വരുന്നത്. ആ പുറത്തു വന്ന കത്തിൽ പറയുന്ന കാര്യം എന്താണ്? ബാങ്ക് നിയമനത്തിനായി IC ബാലകൃഷ്ണൻ MLA ആവശ്യപ്പെട്ടതനുസരിച്ച് 7 ലക്ഷം രൂപ വാങ്ങി. നെന്മേനി പഞ്ചായത്ത് മുൻ അംഗം UK പ്രേമൻ മുഖേനയാണ് തുക നൽകിയത്. പേരുകളൊക്കെ വളരെ കൃത്യമായി ഉണ്ട് ഉണ്ണി സാർ. ഒന്നിനും ഒരു വേഗല്ല, എല്ലാം നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ അതിലുണ്ട്. 2 ലക്ഷം രൂപ തിരികെ നൽകി. ബാക്കി തുക അതായത് 5 ലക്ഷം രൂപ തരാമെന്ന് പറയുന്നതല്ലാതെ IC ബാലകൃഷ്ണൻ MLA തരുന്നില്ല. അപ്പോൾ അത് അവിടെ എഴുതാം 5 ലക്ഷം രൂപ. അടുത്തത് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ ഇവർ നിയമനം വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ വാങ്ങുന്നു. ഇതിന് NM വിജയന്റെ പേരിലുള്ള 8 സെന്റ് ഭൂമിയുടെ പണയാധാരവും ചെക്കുമാണ് കൊടുത്തത്. ND അപ്പച്ചന്റെ വീടിനടുത്തുള്ള ചാക്കോയ്ക്കാണ് ഇത് കൊടുത്തത്. ആർക്കാണ് കൊടുത്തതെന്നും എങ്ങനെയാണ് ഈ പണം സ്വരൂപിച്ചതെന്നും ഒക്കെ NM വിജയന്റെ കത്തിൽ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ചാക്കോ കോടതിയെ സമീപിക്കുന്നു. തുടർന്ന് NM വിജയൻ എന്ത് സംഭവിക്കുന്നു? ആ ഭൂമി വിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ഇനി നിയമന വിജ്ഞാപനത്തിൽ ഈ PTS തസ്തികയിൽ 1ാം റാങ്ക് ഈ പറയുന്ന ജിജീഷിനായിരുന്നു. ഈ ജിജീഷിന് അതുണ്ടാകുമ്പോഴേക്കും അദ്ദേഹം ഈ പിരിച്ചുവിട്ടുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് പുറത്തുവിട്ട കത്തെന്ന് പറയുന്നത് ഈ കോണ്ടെക്സ്റ്റിലാണ് റെലവൻ്റ് ആകുന്നത്. 7 വർഷം അവിടെ ഉണ്ടായിരുന്ന ഈ PTS തസ്തികയിൽ 1ാം റാങ്ക് ഉണ്ടായിരുന്ന വ്യക്തിയായ ജിജീഷിനെ അട്ടിമറിച്ചുകൊണ്ടാണ് അന്നത്തെ DCC പ്രസിഡന്റായ IC ബാലകൃഷ്ണൻ ഈ വഴിവിട്ട നീക്കം നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നമ്മുടെ മുന്നിലുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം മുന്നിലുള്ള ഒരു കത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് VD സതീശനും K സുധാകരനും ഒക്കെ ഇത്രയ്ക്ക് അങ്ങോട്ട് ഈ ND അപ്പച്ചനെയും IC ബാലകൃഷ്ണനെയും ഒക്കെ അങ്ങ് പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് അങ്ങ് സംരക്ഷിക്കുന്നത്? ഒരു സമിതിയെ വെച്ചിട്ടുണ്ട്. ആ സമിതിയെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് പോലും വിശ്വാസമില്ല. എത്ര സമിതിയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിൽ അവർ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് IC ബാലകൃഷ്ണനെയൊക്കെ. ഈ 3 DCC പ്രസിഡന്റുമാരെ കുറിച്ച് നേരത്തെ ആൻഡോ സാർ സൂചിപ്പിച്ചല്ലോ. അവർ ഈ ബാങ്ക് നിയമനത്തിന് വാങ്ങിയ തുക വീതം വെച്ചിട്ടുണ്ട് എങ്കിൽ അവർ 3 പേരും ഈ പാർട്ടിയിൽ തുടരാൻ യോഗ്യരല്ല. അതിൽ IC ബാലകൃഷ്ണൻ, ഈ അന്തരിച്ച DCC പ്രസിഡന്റാണ് PV ബാലചന്ദ്രൻ, മാത്രമല്ല ഈ മുൻ DCC ട്രഷറർ KK ഗോപിനാഥൻ, ND അപ്പച്ചൻ, IC ബാലകൃഷ്ണൻ, ഈ 3 പേരെയും പാർട്ടിയുടെ ചുമതലകൾ എന്താണോ വഹിക്കുന്നത് അതിൽ നിന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് പുറത്താക്കാൻ പറ്റണം. അത് എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല? അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവരെങ്കിലും അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ പ്യൂൺ, വാച്ച്മാൻ 2 തസ്തികകളെ കുറിച്ച് ഉണ്ണി സാർ പറഞ്ഞല്ലോ. അതിൽ പ്യൂണിന് 40 ലക്ഷമാണ് കൊടുക്കേണ്ടത്. വാച്ച്മാന് 30 മുതൽ 35 ലക്ഷം വരെ. അങ്ങനെ ഓരോന്നിനും കൃത്യം തുക നിശ്ചയിച്ച് വാങ്ങുന്നതിനായിട്ടുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് കൈമലർത്തി കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇതിൽ കോൺഗ്രസ് പാർട്ടി തന്നെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ CPIM ഇപ്പോൾ എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ PP ദിവ്യയുടെ കാര്യത്തിൽ എന്താണോ പറഞ്ഞത് അതേ അഭിപ്രായം തന്നെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. പാർട്ടി അധ്യക്ഷൻ മുതൽ ഇങ്ങോട്ട് ആ തെറ്റിന് കുട പിടിച്ചിട്ടുണ്ട്. അത് പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ആ തെറ്റ് തിരുത്താൻ അവർ തയ്യാറാകണം. ഈ കത്തുകൾ തെളിവായി മുന്നിലുണ്ട്. അസ്വാഭാവിക മരണത്തിനെടുത്ത കേസ് പിന്നീട് ആത്മഹത്യാ പ്രേരണ കുറ്റമായി മാറുന്നത് കുറിപ്പ് പുറത്തു വന്നതിന് ശേഷമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതിന് വ്യക്തമായ തെളിവുകളാണ് ഓരോ കത്തായി പുറത്തു വരുന്നത്. NM വിജയന്റെ കത്തെന്ന് പറയുന്നത് അതിൻ്റെ ഒരു അടിത്തറയായി അവിടെ കിടക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും കത്ത് തെളിവുകൾ തന്നെയാണ്. പുൽപ്പള്ളിയിലെ ഒരു ആത്മഹത്യാ വാർത്ത നമ്മൾ കുറച്ചുനാൾ മുമ്പാണ് 2023 കേട്ടത്. അന്ന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് KK എബ്രഹാം എന്ന് പറയുന്ന പുൽപ്പള്ളിയിലെ ബാങ്കിലെ അന്നത്തെ പ്രസിഡന്റും KPCCയുടെ ജനറൽ സെക്രട്ടറിയും അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ED അന്വേഷണം വരെ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ തട്ടിക്കുന്ന കറവപ്പശുക്കളായിട്ട് മാറുകയാണ് പല സ്ഥലങ്ങളിലെയും സഹകരണ സ്ഥാപനങ്ങളെന്ന് തെളിയിക്കുന്നതാണ് വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ. അതിലൊന്ന് പുൽപ്പള്ളി മോഡലാണ്. അത് ഏകദേശം കരുവന്നൂർ മാതൃക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ബത്തേരിയിൽ, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ, ബത്തേരിയിലെ മാതൃക മറ്റൊന്നുകൂടിയാണ്. ബത്തേരിയിൽ നടക്കുന്നത് നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങി ഈ നേതാക്കളും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടവരും പങ്കിട്ടെടുക്കുന്നൊരു രീതിയാണ് കാണുന്നത്. ഇവിടെ പക്ഷേ എല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് 2013 BJP ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി അന്നത്തെ ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറായിരുന്ന NM വിജയൻ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് സ്വന്തം ബാങ്ക് വീടിൻ്റെ ആധാരം പണയം വെച്ചെടുത്ത 32 ലക്ഷം രൂപ, ആ 32 ലക്ഷം രൂപയുടെ ബാധ്യത യഥാർത്ഥത്തിൽ MLA അന്ന് DCC പ്രസിഡൻ്റായിരുന്ന ആളിനുണ്ട്, പിൽക്കാലത്ത് DCC പ്രസിഡൻറ്റുമായവർക്കുണ്ട്. 2017-ലും 2018-ലും 2020-ലുമെല്ലാം ഈ ഭരണസമിതി വരാതിരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തവർക്കുണ്ട്. പിന്നീട് BJP അധികാരത്തിൽ വരുമ്പോൾ നിയമനം നടത്താൻ കഴിയാതെ
പോവുകയും ഈ പണം തിരിച്ചു പിടിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നത്. അന്ന് ആ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം വീടിൻ്റെ പണയം പാർട്ടിക്ക് അധികാരം പിടിച്ചെടുക്കൽ, അത് തന്നെ പൊളിറ്റിക്കലി എത്രമാത്രം ശരിയാണെന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണസമിതി അട്ടിമറിക്കാൻ BJPയുടെ ഒരു പ്രസിഡന്റിന് 10 ലക്ഷം രൂപ കൊടുത്ത് ഭരണസമിതി അട്ടിമറിക്കാൻ നടത്തിയ നീക്കം, അതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റിന് വേണ്ടി NM വിജയന്റെ വീടും പറമ്പും പണയം വെച്ചെടുത്ത തുക 32 ലക്ഷം, അത് പലിശയും കൂട്ടുപലിശയും ചേർന്ന് 65 ലക്ഷം രൂപയാകുമ്പോൾ അന്ന് NM വിജയനെ കൊണ്ട് ആ പണമെടിപ്പിച്ച് ഒരാളും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെന്ന് മാത്രവുമല്ല, ഇത് കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു, പത്മജിക്ക് വേണ്ടിയാണെന്ന് പറയുന്നു, മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നു, ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. അതിന് എനിക്ക് തോന്നുന്നു ഓവർസീസ് ബാങ്കിലോ മറ്റോ ഇന്ത്യൻ ബാങ്കിലോ മറ്റോ ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് പത്മജിക്ക് നമ്മുടെ മുന്നിൽ ചർച്ചയിൽ വന്ന് പറയേണ്ടി വരുന്നു. അങ്ങനൊരു സാഹചര്യം കൂടി ഉണ്ടാക്കി. അപ്പോൾ ഒരു വിശ്വാസ വഞ്ചന യഥാർത്ഥത്തിൽ ഈ DCC ട്രഷറോട് നേതൃത്വം കാട്ടി എന്നുള്ളത് വ്യക്തമാണ്. 2, ഈ ചെക്കുകളെല്ലാം പാവം DCC ട്രഷറാണ് എഴുതിയപ്പെട്ട് കൊടുക്കുന്നത്. ചാക്കോയ്ക്കാണെങ്കിലും ശരി, ബാക്കിയുള്ള ആളുകൾക്ക് ഐസക് താമരച്ചാലിലാണെങ്കിലും ശരി കൊടുക്കുന്നത്. അപ്പോൾ ഈ ചെക്കുകളെല്ലാം കൊടുക്കുമ്പോൾ ഒരു ഉറപ്പെന്ന് പറയുന്നത് പണം കിട്ടുന്ന അവസരത്തിൽ, നിയമനം കിട്ടുന്ന അവസരത്തിൽ പണം കിട്ടും, പണം കിട്ടുന്ന അവസരത്തിൽ അത് തിരിച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അവിടെയാണ് ഈ വലിയ രീതിയിലുള്ള ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട വിശ്വാസവഞ്ചനയുടെ കഥ കൂടി ഉണ്ടാവുന്നത്. അപ്പോൾ ഒന്ന്, ഇത് കോടിക്കണക്കിന് രൂപകൾ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ അത് കറവപ്പശുവായി മാറ്റുന്നു എന്നതിൻ്റെ സൂചനയാണ് പുൽപ്പള്ളിയുടേതെങ്കിൽ, ഇവിടെ അത് നിയമനക്കോഴിയുമായി ബന്ധപ്പെട്ട കറവപ്പശുവാണ് ബത്തേരിയിലും പൂതാടിയിലുമുള്ള ബാങ്കുകളിലെ നിയമനങ്ങൾ. മൂന്നാമത്തെ ഒരു കാര്യം, MLA ആയ IC ബാലകൃഷ്ണനാണ് നിയമനത്തിനു വേണ്ടി കത്ത് കൊടുത്തിരിക്കുന്നത്. വിജിലൻസിൻ്റെ നേരിട്ടുള്ള പരിധിയിൽ വരുന്ന വിഷയമാണ്. അതിനാണ് ഇനി സമാധാനം പറയേണ്ടി വരുന്നത്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കത്തതാണ്. അത് സ്വാഭാവികമായും DCC അധ്യക്ഷൻ എന്ന നിലയിൽ കൊടുത്തതാണെന്ന് വ്യാഖ്യാനിച്ചാൽ പോലും അത് MLA എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതത്തരം കത്തുകളൊക്കെ പലയിടങ്ങളിലും കൊടുക്കുന്നത് സ്വാഭാവികമാണ്. ഈ പണമിടപാടുകൾ നടത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് എങ്ങനെയാണ് MLA എന്ന നിലയിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നതും ഇതാണ്. അപ്പോൾ വിശ്വാസവഞ്ചനയുണ്ട്. ഒപ്പം തന്നെ ഈ നോക്കൂ, ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കത്തിൽ NM വിജയൻ്റെ മകൻ ജിജീഷിന് 200 രൂപ പ്രതിദിനം കിട്ടിക്കൊണ്ടിരുന്ന ജോലി അതിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടും മറ്റൊരു അപ്പോയിൻമെൻറ്റ് നടത്താനാണ് IC ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭിന്നശേഷിക്കാരനാണ്, മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുഞ്ഞാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരനെ അവിടെ നിയമനം നടത്താൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഇടപെട്ടിരുന്നു, നിയമനം കൊടുക്കുകയും ചെയ്തിരുന്നതാണ്. പിന്നീട് അവിടെ തന്നെ കോൺഗ്രസ്സുകാരനായ മറ്റൊരാൾ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറായിട്ട് വരുമ്പോൾ അയാളുടെ താല്പര്യപ്രകാരമാണ് പിരിച്ചുവിടുന്നത്. അങ്ങനെ പിരിച്ചുവിടുമ്പോൾ പലയിടങ്ങളിലും പോയി പറയുന്നത് അവന് ജോലി കൊടുക്കണം, എനിക്ക് ഒറ്റയ്ക്ക് അവനെ നോക്കാൻ കഴിയില്ല, ജിജേഷിന് ബാങ്കിൽ ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അയാൾ അവിടെ ഇരുന്നോളും. പക്ഷേ അതുപോലും പാർട്ടി കേൾക്കുന്നില്ല. 50 വർഷക്കാലം ഈ പാർട്ടിയുടെ വിശ്വസ്തനായിരുന്ന, പാർട്ടിക്ക് വേണ്ടി പണമിടപാടുകളും സ്വന്തം വീടിൻ്റെ പറമ്പിൻ്റെ ആധാരം പോലും പണയം വെച്ച് സ്വന്തം പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്ത് പാർട്ടി അത്രമാത്രം വിശ്വസിച്ചൊരു നേതാവിൻ്റെ മകന് ആ രീതിയിൽ അർഹതപ്പെട്ട ഒരു പാർട്ട് ടൈം സ്വീപ്പറിൻ്റെ ജോലി പോലും കൊടുക്കാൻ സാധിക്കാതെ വന്നു എന്ന കത്താണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ IC ബാലകൃഷ്ണൻ്റെ പങ്കും വ്യക്തമാണ്. അങ്ങനെ നിൽക്കക്കള്ളി ഇല്ലാതായ ഘട്ടത്തിലാണ് IC ബാലകൃഷ്ണൻ്റെ പേര് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യാൻ NM വിജയൻ തയ്യാറായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആഴത്തിലുള്ള അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. 15 വരെ അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷയുണ്ട്. പക്ഷേ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം ഇപ്പോഴും IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KK ഗോപിനാഥനും ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നിലപാട് സ്വീകരിക്കുക. എന്താണോ PP ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടത് അത് ഇവിടെ IC ബാലകൃഷ്ണൻ്റെയും ND അപ്പച്ചൻ്റെയും KK ഗോപിനാഥിൻ്റെയും കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് നമ്മളും പറയുന്നത്. കത്തുകൾ തെളിവല്ലേ എന്ന ചോദ്യത്തിന് കത്തുകൾ വലിയ തെളിവാണ് എന്നാണ് എൻ്റെയും പക്ഷം. 5 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.